ഈ ജേഴ്സികൾ ഇനി ആർക്കു കൊടുക്കും? എൻ്റെ മോൻ ഇനിയില്ലല്ലോ. മൂകമായിരുന്ന ശ്രീവിഹാറിൻ്റെ അകത്തളത്തിൽ നിന്ന് പതറിയ ശബ്ദത്തിൽ ഒരു കരച്ചിലിൻ്റെ തുണ്ട് പുറത്തേക്ക് വന്നു. ശ്രീദീപിന് അയച്ചു കൊടുക്കാൻ വാങ്ങിവെച്ച 2 ജോഡി ജേഴ്സി ഇനി ആർക്കു കൊടുക്കുമെന്ന അമ്മ ബിന്ദുവിൻ്റെ കണ്ണീർ അടുത്തുനിന്നവരെയെല്ലാം കരയിച്ചു. എല്ലാം കേട്ട് അച്ഛൻ ശ്രീവത്സൻ അടുത്ത് മരവിച്ചിരുന്നു. ഏകമകൻ ഇനിയില്ലെന്ന് വിശ്വസിക്കാനാകാതെ നിറഞ്ഞ കണ്ണുകളുമായി, ഒന്ന് പൊട്ടിക്കരയാൻ പോലുമാകാതെ നിശബ്ദനായി. സദാസമയവും മകൻ്റെ നേട്ടങ്ങളിൽ അഭിമാനം കൊണ്ടിരുന്ന, ഏറെ പ്രതീക്ഷകൾ കാത്തുവെച്ച അച്ഛനെയും അമ്മയെയും തനിച്ചാക്കി ശ്രീദീപ് പോയെന്ന് വിശ്വസിക്കാനാകാതെ കുടുംബാംഗങ്ങളും നാട്ടുകാരും വിങ്ങിപ്പൊട്ടി. മകന് തണലായി എപ്പോഴും കൂടെയുണ്ടായിരുന്ന അച്ഛനും അമ്മയ്ക്കും ഈ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ആലപ്പുഴയിൽ ശ്രീദീപ് MBBSന് ചേരും വരെ ഒരുമിച്ചേ ആ അച്ഛനെയും മകനെയും കണ്ടിട്ടുള്ളൂ. അച്ഛൻ ഭാരതമാതാ സ്കൂളിലെ അധ്യാപകനും മകൻ സ്കൂളിലെ വിദ്യാർത്ഥിയുമായിരുന്ന കാലത്ത് തുടങ്ങിയ പതിവാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഒരുമിച്ചാണ് സ്കൂളിലേക്കുള്ള ഇരുവരുടെയും യാത്ര. ക്ലാസ് കഴിഞ്ഞ് ഇരുവരും നേരെ മൈതാനത്തേക്ക്. ശ്രീദീപ് കുട്ടികൾക്കൊപ്പം പരിശീലനത്തിനിറങ്ങുമ്പോൾ അച്ഛൻ ശ്രീവത്സൻ മൈതാനത്തിന് ചുറ്റും നടക്കും. മകൻ്റെ പരിശീലനം കഴിയും വരെ വ്യായാമം, തിരിച്ച് വീട്ടിലേക്ക് ഒരുമിച്ച് മടക്കം. MBBSന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചേർന്ന ശേഷവും കോളേജിൽ കായിക പരിശീലനവുമൊക്കെയായി പോകുകയായിരുന്ന മകന് ഒരാഴ്ച മുൻപാണ് ശ്രീവത്സനും ബിന്ദുവും പുതിയ 2 ജോഡി ജേഴ്സി വാങ്ങിയത്. എന്നാൽ ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ വരൂ എന്ന് ശ്രീദീപ് അവസാനം വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു. ഇതോടെ കൊറിയറിൽ വണ്ടാനത്തെ ഹോസ്റ്റലിലേക്ക് അയച്ചു കൊടുക്കാനിരിക്കുകയായിരുന്നു ജേഴ്സികൾ. സ്പോർട്സിനോട് വല്ലാത്ത ആവേശമായിരുന്നു ശ്രീദീപിന്. മൈതാനങ്ങളിൽ ഇനി അവനില്ല എന്നാലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ശിഷ്യനെ നഷ്ടമായ ഗുരുവിൻ്റെ വാക്കുകൾ. ഒളിമ്പിക് അത്ലറ്റിക് ക്ലബിൻ്റെ പ്രധാന പരിശീലകൻ C. ഹരിദാസിന് ശിഷ്യൻ ശ്രീദീപിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഉള്ളു വിങ്ങുകയാണ്. 6ാം ക്ലാസ് മുതലാണ് എൻ്റെ കീഴിൽ പരിശീലനം ആരംഭിച്ചത്. സ്കൂളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമുള്ള പിന്തുണയും അടങ്ങാത്ത ആവേശവുമാണ് അവനെ നല്ലൊരു കായിക താരമാക്കി മാറ്റിയത്. അത്ലറ്റിക് വിഭാഗത്തിലായിരുന്നു ശ്രീദീപിന് ഏറെ താല്പര്യം. അങ്ങനെ അവൻ്റെ മോഹം പോലെ ഹാഡിൽസിൽ എത്തിപ്പെട്ടു. പിന്നെ ഹാഡിൽസിലായിരുന്നു മുഴുവൻ സമയ പരിശീലനം. ഭാരതമാതാ സ്കൂളിലെ പഠനത്തിനു ശേഷം നേരെ മെഡിക്കൽ കോളേജ് മൈതാനത്തിൽ പരിശീലനത്തിന്. 5 മണിയോടെ മൈതാനത്ത് ഹാജരാകും. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ അവനെത്തുമായിരുന്നു. കഠിനാധ്വാനം കൊണ്ട് അവൻ മുന്നേറി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 80 മീറ്റർ ഹാഡിൽസിൽ ശ്രീദീപ് വെള്ളി മെഡൽ നേടി. ഹാഡിൽസ് കൂടാതെ ഷൂട്ടിങ്ങും ബാസ്കറ്റ് ബോളും ശ്രീദീപിന് ഇഷ്ടമായിരുന്നു. കായിക മേഖലയിൽ കുതിച്ചുയരണമെന്നും പഠിച്ചൊരു ഡോക്ടറാകണമെന്നുമായിരുന്നു ശ്രീദീപിൻ്റെ അഭിലാഷം. +2ന് ശേഷം പഠനത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു. കായിക രംഗത്ത് മാത്രമല്ല ആരോഗ്യരംഗത്തും ഒന്നാമനാവട്ടെ എന്നായിരുന്നു ആ സമയത്ത് ശിഷ്യന് നൽകിയ അനുഗ്രഹമെന്ന് വേദനയോടെ ഓർത്തെടുക്കുകയാണ് ഹരിദാസ്.